വല്യപ്പച്ചന് തരാനെ കൊണ്ട് കൊണ്ടുവന്നയാ. ഇതെന്തവാ കുഞ്ഞേ? ഒരു കമ്പിളി പുതപ്പാ വല്യപ്പച്ച. കാശ്മീരിൽ നിന്നുള്ള മേത്തരം കമ്പിളിയാ. ട്രെയിനിങ്ങിന് പോയപ്പോഴ് വല്യപ്പച്ചന് വേണ്ടി വാങ്ങി വെച്ചയാ. വരുമ്പോഴല്ലേ തരാൻ പറ്റത്തുള്ളൂ. ആണ്ടേ ആണ്ടേ അപ്പച്ചനിതൊന്ന് പൊതച്ചാട്ടെ. നല്ല പുതപ്പാ അപ്പച്ച. ഇനി മഴയത്തും മഞ്ഞത്തും വിറക്കണ്ടല്ലോ. വാ, വന്ന് എൻ്റെ അടുത്ത് ഇരുന്നാട്ടെ. ഒരുപാട് നാള് കഴിഞ്ഞാറേയല്ലയോ നീ കാണുന്നേ. എന്നിൽ കുറ്റം ആരോപിക്കുന്നവൻ അപമാനം ധരിക്കട്ടെ. അത് പുതപ്പെന്ന പോലെ അവരെ പൊതിയട്ടെ. എന്റെ അധരങ്ങൾ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കും. മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ അഗതിയുടെ വലതുവശത്ത് അവിടുന്ന് നിൽക്കും. അപ്പച്ചൻ എന്തുവാ കിനാവ് കാണുവാന്നോ? വല്യപ്പച്ചൻ എപ്പോഴും കിനാവ് കണ്ടോണ്ടിരിക്കുക. ഒരു കിനാവ് കണ്ട്. നേരാ നീ പറഞ്ഞേ. എന്തുവാ വല്യപ്പച്ച കിനാവ്? ആ, ഭൂമി മൊത്തത്തിനും നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു. വെള്ളം നനഞ്ഞു കുളർന്ന് വിളകാത്ത് കിടക്കുന്ന മണ്ണ്. കയ്യിലെടുത്ത കാറ്റത്ത് പാറത്തില്ല, വിരലെ പറ്റി നിൽക്കും. പുരുഷന്റെ സ്പർശമറിയാൻ കാത്തു കിടക്കുന്ന സ്ത്രീയുടെ മനസ്സുപോലെ. അത് നൂറുമേനി കുതിച്ചാ കിടന്നേ. ഈ അപ്പച്ചൻ ഏക്കും വാക്കുമില്ല. നാവെ തോന്നുന്ന വിളിച്ചു പറയും. അല്ല പെണ്ണേ, ഞാൻ പറയുന്ന നേരാ. പക്ഷേ ഭൂമിയിലെങ്ങും ഒരു മുളയില്ലായിരുന്നു. വിതയ്ക്കാനെ കൊണ്ട് ഒരു വിത്തും ഒരു പത്താഴത്തിനും ഇല്ലായിരുന്നു. സൂക്ഷിച്ചിരുന്നവര് തേടിയെടുത്ത് നോക്കിയപ്പോഴ് എല്ലാം പതിരാന്ന് കണ്ട്. മണ്ണിന്റെ കിനാവ ഫലിക്കാണ്ട് പോയത്. വേര് പൊടിപ്പിക്കാൻ കാലത്തിനു മഴയുണ്ട്. ഇല നിവർത്താൻ സമയത്തിനൊത്ത് വെയിലും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടായിട്ടെന്തവാ, വിതയ്ക്കാനെ കൊണ്ടൊരു വിത്തില്ല. അപ്പച്ചൻ ഇതങ്ങോട്ട് കഴിച്ചേ. എന്നിട്ട് കേട്ടോണം, അങ്ങനുള്ള ഭൂമിയില് ആരും വിതയ്ക്കാതെയും നടാതെയും ഒരു മരം മുളച്ചു വന്നു. ഭൂമി മൊത്തത്തിനോടൊരു മരം. അത് ഭൂമിയുടെ മധ്യത്തിലാ വളർന്നു വന്നേ. നോയിക്കൊണ്ട് നിൽക്കുമ്പോഴ് ആ മരം വളർന്നു വലുതായി. അതിൻ്റെ അഗ്രം ആകാശം വരെ എത്തി. ഭൂമിയുടെ ഏതറ്റത്ത് നിന്നാലും അത് കണ്ണിപ്പിടും. നല്ല ചന്തമുള്ള ഇലയും നിറമുള്ള പൂവും മധുരമുള്ള കായുമുള്ള മരം. ആണ്ടേ അപ്പച്ചൻ ഇച്ചിരി കഴിച്ചാട്ടെ.
അപ്പച്ച കിനാവ് പറഞ്ഞാട്ടെ ആ, പറഞ്ഞാട്ടെ. ആ, 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 ആ. ഭൂമിയിൽ എല്ലാവർക്കും വേണ്ടിയുള്ള ആഹാരം ആ മരം തന്ന്. വന്യമൃഗങ്ങൾ അതിൻ്റെ തണലിൽ അവയെ തേടി. ആകാശപ്പറവകൾ അതിൻ്റെ കൊമ്പുകളിൽ ചേക്കേറി ഉറങ്ങി. ആ, എനിക്ക് വേണ്ട പെണ്ണേ, വായിക്കാത്ത വലിയ കയ്പാ. ദാ, ഫു. എന്തോ കഴിച്ചാലും തേട്ടി തേട്ടി വരുന്ന. നീ ഇതുകൊണ്ട് അടച്ചു വെച്ചേരെ. ഓ, വല്യപ്പച്ചന് മരുന്നൊന്നും ഇല്ലയോ? ഏ വല്യപ്പച്ച മരുന്ന് വല്ലതും കഴിച്ചോ? ഉം. അപ്പച്ചൻ വെറുതെ രോഗവും പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളു. മരുന്നൊരു തുള്ളിയെങ്കിലും നാക്കെ വെച്ച് ഇറക്കണ്ടായോ? നോയിക്കൊണ്ട് നിൽക്കുമ്പോഴ് ആകാശത്തിലെ 4 കാറ്റിലും ഇളകുന്ന ഇലച്ചാർത്തിനിടയിലൂടെ ഒളിയുന്നൊരു സ്വർഗദൂതൻ ഇറങ്ങി വന്നു. എന്നിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ വൃക്ഷം വെട്ടിമുറിച്ച് കളയുക. ഇലകൾ തല്ലിക്കൊഴിച്ചും കായകൾ ചിതറിച്ചും കൊമ്പുകൾ ഛേദിച്ചും മൃഗങ്ങളും പക്ഷികളും ഇതിനെ വിട്ടോടിപ്പോകുവിൻ. ഇതിൻ്റെ കുറ്റി ഇരുളും കൊണ്ട് ബന്ധിച്ച് വയലിൽ വളരുന്ന ഇളം പുല്ലിനോടൊപ്പം എറിയുവിൻ. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് ഇവൻ നനയണം. വന്യമൃഗങ്ങളോടൊപ്പം ഭൂമിയിലെ പുല്ലിൽ കഴിയുവാനാണ് ഇവന്റെ വിധി. അല്ലേ, അപ്പൻ ഉറങ്ങിയില്ല അല്ലയോ? പെണ്ണേ, എനിക്ക് വയ്യാതെ വരുന്നു. കാലും കൈയും ഒക്കെ അങ്ങ് കുഴയുന്നതിന്റെ കൂട്ടാ. കിടന്നട്ടെ. അപ്പച്ചൻ പറഞ്ഞാ കേക്കത്തില്ല. എന്തോ ഇനാ അപ്പച്ച ഇത്രയും സംസാരിച്ചേച്ചു അല്ലയോ വല്ലാഴിക? എടി ദീനായേ, നീ വന്നേടി. അല്ലേ, വിളിച്ചാ കേക്കത്തില്ലയോ? എടി ദീനായേ. കൊച്ചമ്മ പൊയ്ക്കട്ടെ, ഞാൻ ഇച്ചിരി കൂടി ഇവിടെ ഇരിക്കാന്ന്. ചെല്ല്.
മൂപ്പിന്ന് ഭയക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ലെന്നേ. എന്താവാ, എന്തോത്തിനാ കരയുന്നേ? ചേട്ടാ, കരയരുതെന്ന്. ഞാൻ കരയുവാന്നു? എനിക്കൊന്നും അറിയത്തില്ല. നേരെ മനുഷ്യനൊന്നും അറിയത്തില്ല. കരയേണ്ട എപ്പോഴാ, ചിരിക്കേണ്ട എപ്പോഴാന്നറിയത്തില്ല. ജനിക്കേണ്ട എപ്പോഴാ, മരിക്കേണ്ട എപ്പോഴാന്നറിയത്തില്ല. ചുറ്റിനും കാണുന്ന എന്തുവാന്ന് പോലും അറിയത്തില്ല. കാണാനും അറിയത്തില്ല, കാണാതിരിക്കാനും അറിയത്തില്ല. ചുരുക്കി പറഞ്ഞ ദേ ഒന്നും അറിയത്തില്ല. എനിക്ക് ഇപ്പോഴാർക്ക് ചൊവ്വിനെ കണ്ണ് കാണാൻ വയ്യ. ഒന്നും അറിയാതെ വരുമ്പോഴാ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നല്ലയോ? അപ്പോഴും മനുഷ്യനെ തെറ്റ് ചെയ്യുന്നതിന് കുറ്റം പറഞ്ഞ എന്തോ ചെയ്യാനാ, അല്ലയോ? ഞാൻ പറയുന്ന കേട്ടോ മൂപ്പിന്ന്? എന്താവായാലും തെറ്റ് തെറ്റ് തന്നെ. തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ സ്വയം വിധിക്കുക. വിത്തറിയാതെയും കണ്ട് നട്ട മരത്തെ കായ്ച്ചത് വിഷക്കനിയ. അത് തിന്ന് മനുഷ്യൻ ചത്തെന്ന് പറഞ്ഞാ മൂപ്പിലെ അതിന്റെ കുറ്റം നമ്മക്കാന്നോ? നമ്മുടെ പിള്ളേര് ചെയ്തതിനും ചെയ്യാൻ പോകുന്നതിനും കുറ്റം നമ്മക്കാന്നോ? ആന്നോന്ന്? കുഞ്ഞുകാലത്ത് അപ്പന്റെ മുന്നിക്കടിച്ചതിന് ആരെയും കുറ്റം വിധിക്കുവോ? മൂപ്പിതിന് അറിയത്തില്ലയോ? ദൈവദൃഷ്ടിയിൽ മർത്യന് നീതിമാനായിരിക്കാനാവൂ? സൃഷ്ടാവിന്റെ മുന്നിൽ മനുഷ്യന് പറ്റുമോ നിഷ്കളങ്കരാവാൻ? അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്ത് നിന്നുമല്ല. അഗ്നി മുകളിലേക്ക് പറക്കുന്ന പോലെ മനുഷ്യൻ കഷ്ടതയിലേക്ക് പിറന്നു വീഴുന്നു. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വച്ചുകെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. അവിടുന്ന് 6 കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും. 7ാമതൊന്ന് നിന്നെ സ്പർശിക്കുകയില്ല. വല്യപ്പച്ച, എന്തവാ എന്തവാ വല്യപ്പച്ച? വല്യപ്പച്ച, എന്തവാ? ദാനിയേലിനെ അറിയത്തില്ലയോ? ജൂദാ ഗോത്രത്തിൽപ്പെട്ട ഇസ്രയേലുകാരനായ ദാനിയേല് തന്നെ. സിംഹക്കുഴിയെന്നും തീച്ചൂളയെന്നും കർത്താവ് രക്ഷിച്ചുകൊണ്ടുവന്ന ദാനിയേല് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നുണ്ടായിരുന്നു. വലിയ ജ്ഞാനിയായിരുന്നു. രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ച് പൊരുളു പറഞ്ഞില്ലയോ? എന്നെ വിളിച്ച് വാ പോകാമെന്ന് കയ്യെ പിടിച്ച് വലിച്ചു. വല്യപ്പച്ച, ഇരുന്നൂറ് ബാക്കിയും പിന്നെ 750 വേറെയും. പിന്നെ
ഈ 2 4ഉം 4 3 12ഉം 2 24ഉം പെരുന്നേക്കൊടത്താച്ച 50ഉം കണ്ണമ്പള്ളി മുറിയിൽ കൊടുത്ത 100ഉം പോയി 174. മാധവൻകുട്ടിയുടെ 80ഉം കൂട്ടി 264 വരുന്നേ. അല്ലേ പിന്നെ 550 വന്നേക്കുന്നയോ? കൊച്ചാപ്പി, കൊച്ചാപ്പി, എന്നാ ഞാൻ വീട്ടിൽ പോക്കോട്ടെ മുതലാളി? ചി അവിടെ ഇരിടാ. ഉറങ്ങിക്കോളും. ഉറങ്ങി എണീറ്റാ വീട്ടിൽ പോണം. അപ്പൊ കണക്ക് കഴിഞ്ഞില്ലല്ലയോ? എടാ കൊച്ചുപിള്ള പറഞ്ഞേ 500 എന്നല്ലോടാ. ആന്ന് 500 എന്നാ പറഞ്ഞേ. അതോ 274 എന്നാണോ? അതേ വരുന്നുള്ളല്ലോ. അതല്ലയോ പറഞ്ഞേ. കൊച്ചുപിള്ള പറഞ്ഞ് 260 അല്ല 274 എന്നാ. പക്ഷേ എന്റെ ഓർമ്മയില് അയാൾ 500 എന്ന് പറഞ്ഞെന്നാ. എന്റെ ഓർമ്മ തെറ്റത്തില്ലേ? ആന്ന് ആന്ന് മുതലാളി, ഞാൻ ഓർത്തേച്ചങ്ങനെ. അയാൾ 500 എന്നാ പറഞ്ഞേ. ഓ എടാ നെയ്യല്ലേ പറഞ്ഞ 200 ചില്ലാനൊന്ന്. പിന്നെ മാറ്റി പറഞ്ഞല്ലെങ്ങനാ? ഞാനല്ല പറഞ്ഞേ. പിന്നെ നീ ഇപ്പൊ പറഞ്ഞതോ? അത് മുതലാളി ഇല്ലയോ പറഞ്ഞേ? എടാ ഞാൻ പറഞ്ഞപ്പോ നീയും പറഞ്ഞില്ലയോ? ആന്നേ പറഞ്ഞു. ആ അക്കാര്യ ഞാൻ ചോദിച്ചേ. അപ്പൊ മോലാളി പറഞ്ഞില്ലയോ 500 എന്ന്? മോലാളി പറയുന്നില്ലയോ ഞാൻ പറയുന്നേ? കേരണം കേട്ടവനെ അവിടെ എങ്ങാനും കിടന്നുറങ്ങും. ഞാൻ വീട്ടിൽ പോട്ടെ മോലാളി? അല്ലേ വേണ്ട, ഇവിടെ എങ്ങാനും കിടന്നുറങ്ങാം. ഇല്ലയോ? അതാ നല്ലത്, ഇവിടെ കിടന്നുറങ്ങാം. നീ കിടന്നോ? എന്താ മോലാളി? നീ അകത്ത് പോയി ഓ ചെറിയ ജീരവെള്ളം എടുത്തിട്ട് വാ. ഇപ്പൊ എടുത്തോണ്ട് വരാം. ഓ ഓ മതി അമ്മച്ചി, ആണ്ടെ ഇച്ചിരി കൂടെ മതി. എന്തുവാടാ, നിനക്ക് വയ്യായോ? ദീനം വല്ലതും ഉണ്ടോ? എന്താ വാന്ന വല്ലാതെ മനം വരട്ടെന്ന് അമ്മച്ചി. ഉള്ളിപ്പനി കാണും. ആ കഷായം വന്നേ തീർന്നും പോയല്ലോ കർത്താവേ. കൊച്ചമ്മേ, എന്തുവാടാ? ഇച്ചാരെ ഈരോളം എന്താ? ജീരവെള്ളം ഇച്ചിരി കൂടെ വേണം. തീർന്നു പോയല്ലോടാ. അപ്പൊ മോലാളിക്ക് ജീരവെള്ളം ഇല്ലയോ? മുതലാളിക്കായിരുന്നോ ജീരവെള്ളം? പിന്നെ നീ വാങ്ങി കുടിച്ചോ? കൊച്ചമ്മ തന്ന് ഞാൻ കുടിച്ച്. ആ ആണ്ടെ അടുക്കള ജീരകം ഇരിപ്പുണ്ട്, അതിട്ട് ഇച്ചിരി വെള്ളം അനത്തിക്കൊണ്ടേന്ന് കൊടു. ഓ അല്ലേ നീ എഴീച്ചോ? ഒരു പറ്റുപോലും നിന്റെ ഉള്ളിൽ ചെന്ന് കാണത്തില്ലല്ലോ. ആണ്ടെ വിളമ്പ എല്ലാം പിഞ്ഞാണത്തെ ഇരിക്കുക. അല്ലേലും ഇപ്പൊ ഇവിടെ വെല്ലം ഉണ്ടാക്കുന്നത് ആരും തിന്നാൻ വേണ്ടി അല്ലല്ലോ. നമ്മൾ അധ്വാനിക്കാതെയും കണ്ട് വാരി ഉണ്ണുമ്പോഴേ രുചിക്കത്തില്ല അമ്മച്ചി. എനിക്കന്നേ ഒന്നും രുചിക്കുന്നില്ല ഇപ്പോഴേ. അമ്മച്ചി, എന്തുവാ എന്തുവാ മോനെ? ഏയ് ഇല്ലമ്മച്ചി, ഒന്നുമില്ല. ഞാൻ വെറുതെ. എന്തുവാ നിനക്ക്? എന്തുവാ അമ്മച്ചിയുടെ അടുത്ത് പറയാനുള്ളേ? പറ. എനിക്കറിയാം, ഒത്തിരി ദിവസമായിട്ട് നീ ഏതാണ്ട് മനസ്സിലിട്ടോണ്ട് നടക്കുക. എന്തുവാ എന്തുവാന്ന് വെച്ചാ പറ. ഒന്നുമില്ല. പിന്നെ എനിക്കാന്ന് ഇവിടെ നിന്ന് മടുക്കുന്ന അമ്മച്ചി. വല്ലോടത്തും പോയാലോന്ന് വിചാരിക്കുക. ഇവിടെ നിന്നാ ഞാൻ മടുത്ത് ചത്തു.